the body against pathogen. Immunoglobulin protein ആണ്. ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്ലാസന്റ ക്രോസസ് ഏതായിരുന്നു? IgG ആയിരുന്നു. ദെൻ രണ്ടാമത്തെ IgA. ഇതാണ് 5 ക്ലാസ്സസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇമേജ്. ഹായ് എവരിവൺ, വെൽക്കം ടു എജിസ് അക്കാദമി. നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. നമ്മൾ മൈക്രോബയോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇമ്മ്യൂണോളജിയിൽ ഇമ്മ്യൂണോഗ്ലോബുലിലെ. ഇമ്മ്യൂണോളജി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്നൊക്കെ അറിയപ്പെടുന്നത് എഡ്വേർഡ് ജെന്നർ ആണ്. അപ്പോൾ നമ്മൾ ഇമ്മ്യൂണോളജിയിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. നമ്മൾ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലേ. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്താണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ വാട്ട് ഈസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ നമുക്ക് നോക്കാം. ആൻഡ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇസ് എ പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബി സെൽ ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പൊ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്താണ്? പ്രോട്ടീൻ ആണ് അല്ലെ. ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊഡ്യൂസ്ഡ് ബൈ ബി സെൽ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ബി സെൽ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ ഫംഗ്ഷൻ? ദാറ്റ് ഫംഗ്ഷൻ ആസ് എൻ ആന്റിബോഡി ദാറ്റ് ഡിഫെൻഡ് ദ ബോഡി അഗൈൻസ്റ്റ് പാത്തോജൻസ്. അപ്പൊ അതൊരു ഡിഫെൻസീവ് മെക്കാനിസം ആണ് അല്ലെ. ഡിഫെൻസീവ് മെക്കാനിസമുള്ള ഒരു മെയിൻ ഒരു പാർട്ടാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അപ്പൊ എന്താണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ? മറക്കരുതാരും. ഇമ്മ്യൂണോഗ്ലോബുലിൻ പ്രോട്ടീൻ ആണ്. ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ബി സെൽ ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? അതൊരു ആന്റിബോഡി ആണ് അല്ലെ. ദ ഫംഗ്ഷൻ ആസ് ആൻ ആന്റിബോഡി ദാറ്റ് ഡിഫെൻഡ് ചെയ്യുന്നു ദ ബോഡി അഗൈൻസ്റ്റ് പാത്തോജൻ. അതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അപ്പൊ ആരും മറക്കരുത്. ഇമ്മ്യൂണോഗ്ലോബുലിന്റെ ഡെഫിനിഷൻ ആരും മറക്കരുത്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ക്ലാസസ് നോക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ക്ലാസസ് നോക്കാം. IgG നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതൊരു ജസ്റ്റ് ഒരു ടേബിൾ ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് അറിയാവുന്നതാണ് IgG. ഓക്കെ, IgG അതുപോലെ IgA. നമുക്ക് 5 ക്ലാസസ് ആണ് ഇമ്മ്യൂണോഗ്ലോബുലിന് വരുന്നത്. 5 ക്ലാസസ് ആണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് IgG, പിന്നെ IgA, IgM, IgG ആൻഡ് ദെൻ അറ്റ് ലാസ്റ്റ് IgD. അപ്പൊ ഓരോന്നിന്റെ പ്രത്യേകത എന്താ നോക്കാം. അപ്പൊ IgG അതൊരു മോണോമർ ആണ്. ഓക്കെ, എന്താണ്? മോണോമർ ആണ്. അപ്പൊ സെറത്തില് 75% ആണ് അത് വരുന്നത്. മെയിൻ റോൾ എന്താണ്? IgGയുടെ മെയിൻ റോൾ അതൊരു ലോങ് ടേം ഇമ്മ്യൂണിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലോങ് ടേം ഇമ്മ്യൂണിറ്റി ഒപ്സണൈസേഷൻ. ദെൻ സ്പെഷ്യൽ ഫീച്ചർ നോക്കുകയാണെങ്കിൽ ക്രോസ് പ്ലാസിന്റെ. അപ്പൊ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇമ്മ്യൂണിറ്റി റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് ചോദിക്കാറ് 5 ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് പ്ലാസിന്റെ അക്രോസ് ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്, അല്ലെങ്കിൽ സെറത്തിൽ വളരെ ലോ ലെവലിൽ കാണുന്ന ഏതാണ്. അപ്പൊ അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം. ഇമ്മ്യൂണോഗ്ലോബുലിൻ ക്രോസസ് പ്ലാസന്റെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും നോട്ട് ചെയ്യുക. പ്ലാസന്റെ ക്രോസ് ചെയ്യുന്നത് ഏതാണ്? IgG ആണ്. അത് മോണോമർ ആണ്. അപ്പോൾ അത് വളരെ അധികം ലെവലിൽ കാണപ്പെടുന്ന സെറത്തിൽ കാണപ്പെടുന്ന ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ കൂടിയാണ് IgG. എത്ര പെർസെന്റേജ് ആണ്? 75% ആണ് അല്ലെ. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം IgA. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കഴിഞ്ഞു. ദെൻ രണ്ടാമത്തെ IgA അതൊരു ഡൈമർ ആണ്. ഓക്കെ, ഡൈമർ സെക്രീഷൻസ് ആണ്. അത് എത്ര പെർസെന്റേജ് ആണ് വരുന്നത്? 15% ആണ് സെറത്തിൽ വരുന്നത്. അതൊരു മ്യൂക്കോസൽ അല്ലെങ്കിൽ സെക്രട്ടറി ഡിഫൻസ് ആണ്. ഓക്കെ, എന്താണ്? മ്യൂക്കോസൽ അല്ലെങ്കിൽ സെക്രട്ടറി ഡിഫൻസ് ആണ്. ഇത് എവിടെ കാണുന്നത്? ഫൗണ്ട് ഇൻ സലൈവ, ടിയേഴ്സ് ആൻഡ് മിൽക്ക്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സലൈവയിൽ കാണുന്നത് അല്ലെങ്കിൽ ടിയേഴ്സിൽ കാണുന്നത്, മിൽക്കിൽ കാണുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? IgA ആണ്. ഓക്കെ, സലൈവ, ടിയേഴ്സ്, മിൽക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാസന്റെ വഴി ക്രോസ് ചെയ്യുന്നത് IgG ആണ്. IgA ഏതാണ്? അത് സലൈവയിലും ടിയേഴ്സിലും മിൽക്കിലും ഒക്കെ കാണുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ആൾ IgM. അത് പെന്റാമർ ആണ്. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ IgG അതുപോലെ തന്നെ IgE, D ഒക്കെ മോണോമർ ആണ്. IgA മാത്രമാണ് ഡൈമർ വരുന്നത്. പിന്നെ വരുന്നത് IgM പെന്റാമർ ആണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പെന്റാമർ ടൈപ്പ് ഓഫ് ക്ലാസ് നമ്മളെ ഇമ്മ്യൂണോഗ്ലോബുലിൻ. അപ്പൊ IgM ആണ്, ആരും മറക്കരുത്. അത് 10% ആണ് സെറത്തിൽ കാണുക. അതുപോലെ തന്നെ ഫസ്റ്റ് ആന്റിബോഡി ഇൻ ഇൻഫെക്ഷൻ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് നോട്ട് ചെയ്യാം. ഫസ്റ്റ് ആന്റിബോഡി ഇൻ ഇൻഫെക്ഷൻ അതാണ് IgM. സ്ട്രോങ് അഗ്ലൂട്ടിനേഷൻ, കോംപ്ലിമെന്റ് ആക്ടിവേറ്റർ ഒക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് പറയുന്നത്. അപ്പൊ പ്ലാസന്റ അക്രോസസ് ഏതായിരുന്നു? IgG ആയിരുന്നു. ദെൻ നമ്മൾ സലൈവ, ടിയേഴ്സിലൊക്കെ മിൽക്കിലൊക്കെ ഉള്ളത് IgA ആയിരുന്നു. പിന്നെ പെന്റാമർ IgM അതേതായിരുന്നു? ഫസ്റ്റ് ആന്റിബോഡി ഇൻ ഇൻഫെക്ഷൻ. അപ്പൊ നമുക്കൊരു ഇൻഫെക്ഷൻ വരുമ്പോൾ ഫസ്റ്റ് അപ്പിയർ ആവുന്ന ആന്റിബോഡി അത് പെന്റാമർ സൈസ് ഉള്ള അല്ലെങ്കിൽ പെന്റാമർ ഫോമുള്ള IgM ആണ്.
ദെൻ നമ്മൾ നാലാമത്തെ IgE, അതും മോണോമർ ആണ്. അത് ലെസ് ദാൻ 1% ആണ്. IgDയും ലെസ് ദാൻ 1% ആണ്. അപ്പൊ അത് ഓർത്തിരിക്കുക എളുപ്പമാണ്. IgEയും IgDയും, IgE ആൻഡ് ഓക്കെ D ആൻഡ് E. ഈ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ DE. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അടുത്തടുത്ത ആൽഫബറ്റ്സ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക. 2 മോണോമർ ആണ്. സൈസ് സെറത്തിൽ പെർസെന്റേജ് വരുന്നത് ലെസ് ദാൻ 1% ആണ്. ഇനി IgE നമുക്ക് വളരെ ഫെമിലിയർ ആണ് അല്ലെ. എന്താണ്? അലർജി ആൻഡ് പാരസൈറ്റ് ഡിഫൻസ് ആണ്. അലർജി കണ്ടീഷനിൽ IgE ആണ്. ഓക്കെ, IgE ആണ്. ബൈൻഡ്സ് മാസ്റ്റ് സെൽസ് ആൻഡ് ദെൻ ഹിസ്റ്റമൈൻ റിലീസ്. അതാണ് അതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി IgD നോക്കുവാണെങ്കിൽ സെയിം മോണോമർ ആണ്. പെർസെന്റേജ് ഇൻ സെറം നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ 1% ആണ്. സെയിം നമ്മൾ IgE പോലെ തന്നെ. ഇത് B സെൽ റിസപ്റ്റർ, അതുപോലെ തന്നെ വെരി ലോ ഇൻ സെറം ആണ്. ഓക്കെ, വെരി ലോ ഇൻ സെറം ആണ്. അപ്പൊ ഈ 5 എണ്ണം ഒന്ന് ആലോചിച്ച് വെക്കാം. ഓക്കെ, അപ്പോ ഏതാണ് പെന്റാമർ? ഏതാണ്? അത് IgM ആണ്. പ്ലാസന്റെ വഴി ക്രോസ് ചെയ്യുന്നത് ഏതാണ്? അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ ഫസ്റ്റ് ആന്റിബോഡി ഇൻഫെക്ഷൻ ഏതാണ്? അല്ലെങ്കിൽ അലർജി കണ്ടീഷൻ ഏതാണ്? അതിന്റെ മെയിൻ റോൾ, അലർജി കണ്ടീഷനിലുള്ള ഒരു മെയിൻ റോൾ ആയിട്ടുള്ള അത് ക്ലാസ് ഏത് ഇമ്യൂണോഗ്ലോബുലിനാണ് വരിക? അതുപോലെ തന്നെ വെരി ലോ ഇൻ സെറം ഏതാണ് വരിക? അതുപോലെ തന്നെ സലൈവ, ടിയേഴ്സ്, മിൽക്കിൽ ഏതാണ് വരിക? അപ്പൊ ഇത് ഈ ടേബിള് നിങ്ങളൊരു കുഞ്ഞ് ഷോർട്ട് നോട്ട് ഒക്കെ ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം സെയിം IgE, അതുപോലെ തന്നെ ഇയും ഡിയും ഏകദേശം ഒരുപോലെയാണ്, മോണോമർ ആണ്. പെർസെന്റേജ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക എളുപ്പമാണ്. അതുപോലെ തന്നെ ഏറ്റവും ഹൈ പെർസെന്റേജ് ഉള്ളത് IgG ആണ്. അതാണ് പ്ലാസന്റ അക്രോസ് ഉള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ച് വെക്കാം. ഇതാണ് 5 ക്ലാസ്സസ് വരുന്നത്. അപ്പൊ ഇതാണ് ഇമേജ്. അപ്പൊ ഏതായിരുന്നു പെന്റാമർ? IgM ആണല്ലേ. ഡൈമർ ഏതായിരുന്നു? IgA ആയിരുന്നു. നമ്മൾ മിൽക്കിലെ, ടിയേഴ്സിലെ, സെറത്തിലൊക്കെ ഉള്ളത് അല്ലെ. നമ്മള് ടിയേഴ്സിൽ, നമ്മള് മിൽക്കില്, സലൈവയിലൊക്കെ ഉള്ളത് അല്ലെ. ദെൻ IgD, E, G ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതിൽ ഏതാണ്? G ആണല്ലേ. നമ്മളെ പ്ലാസന്റ ക്രോസ് ചെയ്യുന്നത് G ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോഴൊക്കെ ഉള്ളത് ഏതൊക്കെയാണ്? അതുപോലെ തന്നെ നമ്മൾ അലർജിക് കണ്ടീഷൻ ഏതാണ്? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ ഫസ്റ്റ് ഇമ്യൂണോഗ്ലോബുലിൻ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ഈ 5 ക്ലാസ്സസ് ആണ് അല്ലെ. അപ്പോൾ അതിന്റെ സൈസ് എന്താണ്, അതിന്റെ മെയിൻ റോൾ എന്താണ്, അത് എത്ര പെർസെന്റേജ് ആണ് സെറത്തിലുള്ളത്, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഈ ടേബിൾ ആരും മറക്കരുത്. അപ്പോൾ ഈ ക്ലാസ് യൂസ്ഫുൾ ആയി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്